ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേരളത്തിലെ പറമ്പുകളിലും വീടുകളിലും മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ വരെ, അതായത് ഇപ്പോൾ ഞാൻ സിറ്റിയിലേക്ക് മാറിയപ്പോൾ ഇവിടെയും കാണാൻ ധാരാളമായിട്ട് മുരിങ്ങ. എല്ലാ വീടുകളിലും ഉണ്ട് മുരിങ്ങ. മുരിങ്ങയുടെ ഉപയോഗങ്ങളെ പറ്റി പറയാൻ തുടങ്ങി ഒട്ടനവധി ഉണ്ട്. ഇതിന് കളയാനായിട്ട് ഒന്നുമില്ല. ഈ തമ്പനയിൽ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം ഇന്നത്തെ വീഡിയോയിൽ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. മുരിങ്ങ തണ്ടിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. ഓണക്കാലമായി കഴിഞ്ഞാൽ പറയണ്ട. മുരിങ്ങക്കായ്ക്ക് 100-250 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക്. എന്നാൽ ഓഫ് സീസൺ ആയാലും ഇതിനൊരു വിലയില്ല. പക്ഷെ ഇതിന്റെ സത്യത്തില് ഇതിന്റെ വേരും പൂവും ഇലയും തൊലിയും കായും മുരിങ്ങത്തണ്ടിനകത്തുള്ള മുരിങ്ങക്കായ്ക്കകത്തുള്ള ചെറിയ വിത്തില്ലേ, ഇതിനും ഒക്കെ ഔഷധ ഗുണമാണ്. ഇതിന്റെ കളയാനായിട്ട് ഒന്നുമില്ല. സത്യമാണ്, വിശ്വാസമില്ല അല്ലേ? ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അവസാനമായിട്ട് ഒരു ബോണസ് പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക്. അപ്പൊ ഇന്നത്തെ പ്രധാനമായിട്ട് ഇതിന്റെ 5 ഗുണങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേക്കണേ, പ്ലസ് ഒരു ബോണസ് പോയിന്റും. ഓക്കെ, എന്താണെന്ന് സസ്പെൻസ് ഇരിക്കട്ടെ, അവസാനം പറയാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയാം. ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ലഘു ഗുണമാണ്, രൂക്ഷ ഗുണമാണ്. ലഘുരൂക്ഷ ഗുണമാണ്. അതുപോലെ വീര്യം ഉഷ്ണാണ്, കടു വിഭാഗമാണ്. രസം കടു തിക്ത കഷായ രസമാണ്. കടു തിക്ത കഷായ രസം, ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളുണ്ട്. ഉഷ്ണവീര്യാണ്, കടു വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ രസഗുണ വിനിയോഗങ്ങൾ. ബൊട്ടാനിക്കൽ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ മൊരിങ്ക ഒലിഫേറ, മൊരിങ്കേസെ ഫാമിലി നെയിം മൊരിങ്കേസെ, ബൊട്ടാനിക്കൽ നെയിം മൊരിങ്ക ഒലിഫേറ. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള 5 ഉപയോഗങ്ങൾ ഞാൻ പറയാം. അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാത്ത മറ്റൊരു സംഗതി, മുരിങ്ങക്കുരു ഇല്ലേ, ആ മുരിങ്ങക്കായ്ക്കകത്തുള്ള കുരു ഉണങ്ങിയതുണ്ടല്ലോ, അത് ഉണക്കുക. തണലിലിട്ട് ഉണക്കണം കേട്ടോ, നിഴലിൽ ഉണക്കണം. നമ്മൾ വെയിലിട്ട് ഉണക്കുകയോ ചട്ടിയിലിട്ട് ചൂടാക്കുകയൊന്നും ചെയ്യരുത്. നിഴലിൽ 1-2 ആഴ്ച ദിവസേന രാവിലെ ഒരു 10 മണി മുതൽ ഒരു 4 മണി വരെയുള്ള വെയിൽ കൊള്ളിക്കുക. അങ്ങനെ അത് നന്നായിട്ട് ഉണക്കിയിടുക. ആ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് ഇടിച്ച് പൊടിക്കുക. മിക്സിയിൽ പൊടിച്ചാലും മതി. എന്നിട്ട് അതൊരു ശീലപ്പൊടി എടുത്ത് അരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ആ ചണ്ടി ഒന്നും കൂടെ പൊടിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് അരിച്ചെടുക്കുക. നല്ല അരിപ്പയിൽ അരിച്ചെടുത്ത്, ആദ്യം ഇച്ചിരി വലിയ കള്ളിയുള്ള അരിപ്പയിൽ അരിക്കുക. അത് കഴിഞ്ഞ് ചെറിയ നമ്മൾ പൊടി അരിക്കണ അരിപ്പില്ലേ, ആ ചെറിയ കള്ളിയിലുള്ള പൊടി അരിച്ചെടുത്തിട്ട് വീണ്ടും ശീലപ്പൊടി എടുക്കുക എന്ന് പറയും. അതായത് നമ്മൾ നല്ല കോട്ടൺ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തട്ടിയിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് അടിയിൽ വരുന്ന ആ നൈസ് പൊടിയുണ്ട്, ഫൈൻ പൗഡർ, സൂപ്പർ ഫൈൻ പൗഡർ. ഈ പൊടി കൊണ്ടുള്ള ഒരു ഉപയോഗം പറയട്ടെ. നിങ്ങൾ ഈ വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ജലദോഷം, തുമ്മല്, ശിരശൂലം എന്ന് പറഞ്ഞാൽ തലവേദന, സൈനുസൈറ്റിസ്, ഇത്തരം രോഗാവസ്ഥകളില്ലേ, കഫസംബന്ധമായിട്ട് ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും, ശിരസിൽ കഫം കോപിച്ചിട്ടുണ്ടാവുന്ന സംഗതികളാണ് ഈ കഫജ ശിരശൂലം എന്ന് പറഞ്ഞ തലവേദന, മൈഗ്രെയിൻ. ഇനി അർദ്ധിതം എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ പാൾസി, ഒരു സൈഡിലേക്ക് ചിറി കൂടുക, അല്ലെങ്കിൽ മൂക്കടപ്പ്, സൈനുസൈറ്റിസ്, ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഒരു നാസിക ചൂർണം പോലെ ഇത് ഉപയോഗിക്കാം. ഈ മുരിങ്ങക്കുരു ഉണക്കിയെടുത്ത് അരിച്ചെടുക്കണം, ഫൈനായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരുകളൊക്കെ നമ്മൾ അവിടെ നാസാരന്തരങ്ങളിൽ പോയിട്ട് തറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫൈൻ പൗഡറാണെന്ന്, സൂപ്പർ ഫൈൻ പൗഡറാണെന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഓരോ നുള്ളിങ്ങനെ എടുത്തിട്ടേ അത് 2 മൂക്കിലും ഇങ്ങനെ വലിക്കുക ദിവസേന രാവിലത്തെ സമയം. അത് പതിവായിട്ട് അങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഈ കഫം അങ്ങോട്ട് ഇളകി പോകും. ആദ്യം കഫം അങ്ങോട്ട് കൂടും, അപ്പം നിങ്ങൾ പേടിക്കും. ചൂർണനസ്യം, ധ്മാനനസ്യം എന്നൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള സംഗതികളായി പറയണേ. പുതിയ അറിവൊന്നുമല്ല. 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാര് പുസ്തകങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ 1ാമത്തെ ഉപയോഗം. അപ്പോൾ സൂപ്പർ ഫൈൻ പൗഡറാണെന്ന് ഉറപ്പ് വരുത്തുന്നത്, ഒരിക്കൽ കൂടെ ഉറപ്പ് വരുത്തുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് മറ്റു രോഗങ്ങൾക്കായിട്ട് മറ്റു രോഗാവസ്ഥകൾക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ അറിവോടും സമൂഹത്തോടും കൂടെ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ നുള്ളെടുത്താൽ മതി. മൂക്കിൽ വലിക്കുക ദിവസേന രാവിലെ. കഫജ ശിരശൂലം, കഫം വർദ്ധിച്ചുണ്ടാകുന്ന സൈനുസൈറ്റിസ്, ഇത്തരം രോഗാവസ്ഥകൾ, അതുപോലെ ഇനി അർദ്ധിതം, ഫേഷ്യൽ പാൾസിയുടെ ചികിത്സയിൽ ഉപയോഗിക്കാം. ഇതാണ് ഇതിന്റെ 1ാമത്തെ ഉപയോഗം. ഇനി 2ാമത്തെ ഉപയോഗം, നമുക്ക് ഇലകളില്ലേ, നമുക്ക് ഇല കറി വെക്കാനായിട്ട് എടുക്കാറുണ്ട്. വളരെയധികം ആന്റി ഓക്സിഡൻസും പ്രോട്ടീൻസും ഫൈബറും അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. ഇനി ബോണസ് പോയിന്റുകൾ അതിനെ പറ്റി പറയാം, സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അപ്പോൾ ഇല നമ്മൾ കറി വെക്കാനുണ്ട് വീടുകളിൽ. ഒരുപാട് വൈറ്റമിൻസ് ഉള്ള സംഗതി കേട്ടോ. ഒരു പടി വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് കഴിച്ചോ. നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഫ്രീ റാഡിക്കൽസ് വഴി എത്തുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ട ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഇലക്കറി തോരനായിട്ട് വെച്ച് കഴിക്കുന്ന ഒരുപാട് രോഗാവസ്ഥകൾ നല്ലതാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലത്. ഇനി നമുക്കിവിടെ ഇതിന് അഡീഷണൽ ആയിട്ട് 2 പോയിന്റ്സും കൂടെ പറയാം. അതായത് ഈ ഇലയുണ്ടല്ലോ, നമ്മുടെ തളിരില മതി, ഒത്തിരി മൂത്ത ഇല വേണ്ട. ആ ഇല ഇങ്ങനെ ഊർത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സൂപ്പർ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയോ? ആമവാദ രോഗികളില്ലേ, റൂമാറ്റിക് ഫീവർ പേഷ്യൻസിന് ഈ കാൽമുട്ടിൽ ഇങ്ങനെ നല്ല നീരും വേദനയും ഉണ്ടാവും. അന്ന് ചുവപ്പ് നിറം ഉണ്ടാവില്ല, ചെറുങ്ങനെ പനി ഉണ്ടാവും. ഇതാണ് ആമവാദത്തിൽ മുട്ടിൽ നീരും വേദന ഉണ്ടാകുമ്പോൾ ആമവാദത്തിൽ ഉണ്ടാകുന്ന വേദനയുടെ സ്വഭാവം എങ്ങനെയാണ്. അതായത് ചുവപ്പ് നിറം ഉണ്ടെങ്കിൽ രക്തവാദമായിരിക്കും,
ചിലപ്പോൾ ഇത് മാറി മാറി വരും. അവിടെയാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതിൻ്റെ ആവശ്യകത തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നിങ്ങൾക്ക് അറിയാം, റൊമാറ്റിക് ഫീവർ എന്ന് വിളിക്കുന്ന ASO ടൈറ്ററൊക്കെ പോസിറ്റീവായിട്ടുള്ള അത്തരം കേസുകളിൽ മുട്ടിൽ നല്ല നീരുണ്ടാവും, വേദനയുണ്ടാവും. ഈ അവസ്ഥയിൽ ഈ കല്ലുപ്പും കൂട്ടി മുരിങ്ങയുടെ എല്ലാം നന്നായിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക. അത് മുട്ടിൽ നല്ലപോലെ അങ്ങനെ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് ഒരു ശീല കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി വെച്ച് ഒരു രാത്രി മുഴുവൻ അങ്ങോട്ട് കിടക്കുക. ഇനിയിപ്പോൾ രാത്രി ഇത് കെട്ടി വെച്ചതിൻ്റെ പേരിൽ ഉറക്കം തടസ്സമാവുന്നുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട. പകൽ സമയത്ത് ഒരു 5-6 മണിക്കൂർ നേരം കെട്ടി വെച്ചത് അഴിച്ചു മാറ്റുക. ഇങ്ങനെ പതിവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദനയുടെ കാഠിന്യം കുറയുന്നതിന് സഹായിക്കും. ഇതുകൊണ്ട് മാത്രം ആമവാദം മാറും, റൊമാറ്റിക് ഫീവർ മാറുന്നത് ഞാൻ അർത്ഥമാക്കിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ റൊമാറ്റിക് ഫീവറിനോ ആമവാദത്തിനോ നിങ്ങൾ കഷായങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു ഡോക്ടറെ കണ്ട് ശരിയായ രീതിയിൽ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ടോ നിങ്ങൾ ഈ അസുഖം കുറച്ച് കുറയുമ്പോൾ എന്തെങ്കിലും കയ്യിലിരിപ്പുകൊണ്ട് ഇത്തിരി ഓടാനും ചാടാനൊക്കെ നോക്കില്ലേ, അപ്പോൾ നീർക്കെട്ട് കൂടിയിട്ട് വേദന കൂടും. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്നവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചാലും കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ കല്ലുപ്പ് മുരിങ്ങാല എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, ഈ ടൗണിൽ വരെ ഉണ്ട്. അപ്പോൾ പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പറയണ്ടല്ലോ എല്ലാ വീട്ടിലും ഒരു തണ്ട് നട്ട് കഴിഞ്ഞാൽ കിണറിൻ്റെ അടുത്തൊക്കെ നട്ട് കൊടുത്താണല്ലോ ആ കിണറിലെ വെള്ളം വരെ ശുദ്ധീകരിക്കുന്ന പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള പ്രോപ്പർട്ടീസ് വരെ ഇതിലുണ്ട്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മഴക്കാലത്ത് ആ വെയിൽ ഇല്ലാത്ത സമയമില്ലേ, ആ സമയത്ത് ഇച്ചിരി കട്ട് വിഷാംശം കൂടുതൽ, ആ സമയത്ത് ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ. ആ ജൂലൈ മാസം, കർക്കിടക മാസം ഇല്ലേ, ആ മാസത്തിൽ ഉപയോഗിക്കേണ്ട വെച്ചാൽ മതി. അപ്പോൾ ഈ ഇല ഇങ്ങനെ ഊർത്തെടുത്ത് കല്ലുപ്പും ചേടി ചേർത്തുള്ള പേസ്റ്റ് ആ ആമവാദം കൊണ്ട് മുട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ധികളിൽ വേദനകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആമവാദത്തിൽ പ്രധാനമായിട്ട് മുട്ടിലുള്ള വേദന വരിക, അവിടെ അരച്ച് പുരട്ടി കെട്ടി വെച്ച് കിടന്നാൽ ഈ വേദന ശമിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി മറ്റൊരു കോമൺ, ഒരുപാട് പേർക്ക് സഹായകമാവുന്ന മറ്റൊരു അറിവും കൂടെ പകർന്നു തരാം. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇത് മാത്രമാവരുത്. നിങ്ങൾ ഒരാഴ്ചയൊക്കെ പരീക്ഷിച്ച് നോക്കുക. വ്യത്യാസമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ അറിയിക്കണം. നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അറിവോടും അനുഭവത്തോടും കൂടെ മാത്രമേ ഈ ചാനൽ അറിയപ്പെടുന്ന ഞാൻ പറയുന്ന ഓരോ അറിവും നിങ്ങൾ പ്രയോഗിക്കാവുള്ളൂ. നിങ്ങളെ സ്വയം ചികിത്സിക്കാനോ മറ്റൊരു രോഗിയെ ചികിത്സിക്കാനോ ഉപയോഗിക്കരുത്. നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ എഴുതി കാണാറില്ലേ, അതുപോലെ പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പോൾ ഈ കല്ലുപ്പും മുരിങ്ങയിലയും കൂടി അരച്ച് നമുക്ക് മുട്ടിൽ ലേവിടാം. മുരിങ്ങക്കുരു ഉണക്കി പൊടിച്ചെടുത്ത് ഫൈൻ പൗഡറാക്കി നസ്യം ചെയ്താൽ ശിരസിൽ കഫക്കെട്ടിയിട്ടുള്ള അസുഖങ്ങൾ പറയും. മൂന്നാമത്തെ സംഗതിയാണ് ഈ ഇല ഊർത്തെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നൈസായിട്ട് ഒന്ന് വാട്ടിപ്പിഴിയണം. ഒന്ന് ചട്ടിയിലൊന്ന് വാട്ടിയിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞാൽ നീര് എടുക്കുക. 1 ടീസ്പൂൺ നീര്, ഒരു 1-1.5 ടീസ്പൂൺ നീരെടുക്കാം. അതിലേക്ക് ഒരു സ്വല്പം ഒരു 5-6 തുള്ളി തേനും കൂടെ ചേർത്ത് ചാലിച്ചിട്ടേ ഡെയിലി ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിക്കുക. ഉച്ചഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് മുമ്പും പതിവായിട്ട് അങ്ങോട്ട് ശീലിച്ചാൽ എന്താ ഗുണം? ഇപ്പം പറഞ്ഞുതരാം. അതായത് BP കുറഞ്ഞു തുടങ്ങും. ഹൈ BP ഒക്കെ ഉള്ളവരുണ്ടല്ലോ, ആ BP നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഒരിക്കലും BP അങ്ങോട്ട് സ്ഥിരമായിട്ട് കഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഡൗൺ ആയിട്ട് പോകുന്നില്ല. നോർമലൈസ് ചെയ്യാനായിട്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിന് സഹായിക്കും. ഇതുകൊണ്ട് മാത്രം ശരിയാവാത്ത കേസുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്താ വെച്ചാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യം ഇനി ആവർത്തിച്ച് പറയില്ല, സംശയമുള്ളവർ ആവർത്തിച്ച് കേട്ടാൽ മതി. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുരിങ്ങ മരത്തിൻ്റെ വേരില്ലേ, വേരെടുക്കുക ഒരു പ്രയാസമില്ല കേട്ടോ. ഇത് വളരെ മര്യാദക്കാരനാണ്. ഇലയ്ക്കൊന്നും തടിക്കും മരത്തിനൊന്നും ഒരു ഉറപ്പില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് ഒടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കടക്കിച്ചിരി മണ്ണ് അങ്ങോട്ട് കോരിയെടുക്കുക. ഇതും ഇങ്ങനെ വേര് പടർന്നു പോലോ, ഒരു കൈക്കോട്ട് ഉപയോഗിച്ച് കോരിയെടുത്തിട്ട് ആ വേര് ഇങ്ങോട്ട് എടുക്കുക. വേര് കുത്തിയെടുത്തിട്ട് ആ വേര് മറ്റേ തൊലിയുണ്ട്, ആ തൊലി ഇങ്ങോട്ട് ചെത്തിയെടുക്കണം. ഇച്ചിരി പണിയുണ്ട് കേട്ടോ. നേരത്തെ ഇല പോലെയുള്ള എളുപ്പമല്ല. ആ തൊലി ഇങ്ങോട്ട് ചെത്തിയെടുത്തിട്ട് കുനുകുനാന്നങ്ങോട്ട് അരിഞ്ഞ് എടുത്തിട്ട് വെള്ളത്തിൽ വിധിപ്രകാരം കഷായം വെക്കുക. ആ കഷായം വെച്ചെടുത്ത് അതേ ദിവസം നിൽക്കില്ല. എന്ന് വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അത് വലിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഇത് കിട്ടാൻ പ്രയാസമുള്ള സാധനം ഒന്നല്ലോ. നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ അന്നാന്ന് കുറച്ചുകൂടെ. അത് ആ വേര് വെട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വിധിപ്രകാരം ആ കഷായത്തിൻ്റെ അളവനുസരിച്ച് വെക്കുക. അതായത് 1 കിലോ മരുന്നിന് 2 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം. മനസ്സിലായോ? അത് അതായത് ഒരു 100 ഗ്രാം മരുന്നിന് 1 ലിറ്റർ വെള്ളം. 10 ഇരട്ടിയോ 20 ഇരട്ടിയോ എടുക്കാം. അത് നല്ലൊന്നായിട്ട് വറ്റിച്ച് അരിച്ചെടുത്ത് വീണ്ടും കുറുക്കി വറ്റിച്ചിട്ട് അങ്ങനെ ഓരോ ഔൺസ് വീതം 2 നേരം കഴിക്കാം. അത് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ രോഗ തീവ്രത അനുസരിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ സമീപിച്ചാൽ പറഞ്ഞുതരും അളവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വറ്റിച്ച് അരിച്ചെടുത്തിട്ട് അത് രാവിലെ ഒരു ഔൺസും വൈകിട്ട് 1 ഔൺസും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് അങ്ങോട്ട് സേവിക്കാമെങ്കിൽ എന്തൊക്കെയോ പ്രയോജനങ്ങളെന്നറിയോ? നമ്മുടെ മൂത്രാശയക്കല്ല്, കിഡ്നിയിലൊക്കെ സ്റ്റോൺസ് ഉണ്ടാവുക, യൂറിനറി സ്റ്റോൺ, യൂറിത്രയിൽ ഉണ്ടാവുന്ന കല്ലൊക്കെ തടഞ്ഞിട്ട് വേദന, ചുട്ടുനീറ്റം, പുകച്ചിൽ, ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബേണിംഗ് സെൻസേഷൻ, ആ മൂത്രനാളിയുമായി ബന്ധപ്പെട്ട് അതുപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എന്തൊക്കെ രോഗാവസ്ഥയുണ്ടോ അത് പ്രത്യേകിച്ച് കല്ലുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന വേദനകൾ ശമിപ്പിക്കുന്നതിന് ഈ പ്രയോഗം സഹായിക്കും.
ഇത് മാത്രമായിട്ട് നിൽക്കരുത്. നിങ്ങൾ വേണ്ട അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് വേണ്ടതായ ടെസ്റ്റുകളും എല്ലാം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് മാത്രം മതിയോന്ന് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇത് ഇന്ന പ്രയോഗത്തിന് ഞാൻ പലപ്പോഴും നിർദ്ദേശിക്കാറുള്ള ഒരു പരിപാടിയാണ്. മറ്റ് ചിലതരം കേസുകളിൽ ചിലതരം കല്ലുകൾ അലിഞ്ഞു പോകാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മുരിങ്ങ വേരിൻ തൊലി കഷായം വെച്ച് രാവിലെയും രാത്രിയും ഓരോ ഔൺസ് ഭക്ഷണത്തിന് മുമ്പ് സേവിച്ചാൽ ഈ കിഡ്നി സ്റ്റോണ് അലിഞ്ഞു പോകുന്നതിന് സഹായിക്കും. അതൊന്ന്. രണ്ട്, ഈ മെൻസ്ട്രൽ സമയത്തുണ്ടാകുന്ന പീരീഡ് സമയത്തുണ്ടാകുന്ന പെയിനില്ലേ, ആ കലച്ചിലായ വേദന, ആ PCODയോ അത്തരം ഫാലോപ്പിൻ ട്യൂബുലർ സിസ്റ്റോ അല്ലെങ്കിൽ ഓവേറിയൻ സിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഒക്കെ ഉള്ളത് വഴി ഈ ഭയങ്കര സിവിയർ പെയിൻ, PCOD പോലുള്ള കംപ്ലൈൻറ്റ് കാരണം ഭയങ്കര പെയിൻ അനുഭവപ്പെടുന്ന സ്ത്രീകളുണ്ട്. മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ ഒക്കെ കലച്ചലായ വേദന എന്ന് പറയും. ഇങ്ങനെ പതിവായിട്ടുള്ളവർ ഇങ്ങനെ ഈ വേരുമ്മത്തൊലി കഷായം വെച്ച് കഴിക്കുന്നത് അതിനും വേദന ശമിക്കുന്നതിന് സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ 2 ഉപയോഗമായി. ഇനി ഈ വേരുമത്തൊലി കഷായം കൊണ്ടുള്ള ഒരു ഉപയോഗം കൂടെ പറയാം. ഹെർണിയ പേഷ്യൻസിനും ഇതേപോലെ വേരുമത്തൊലി കഷായം വെച്ച് കഴിക്കുന്നതിന് അത് കുറയുന്നതിന് സഹായിക്കും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പലപ്പോഴും ഇത് മാത്രം മതിയാവില്ല, ഇതിൻ്റെ കൂടെ മറ്റു മരുന്നുകൾ വേണ്ടി വരും. ഇതുകൊണ്ട് മാത്രം ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ 3 ദിവസമോ ഒരാഴ്ചയോ മാക്സിമം ട്രൈ ചെയ്തതിന് ശേഷം കുറവില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കാനായിട്ട് ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് 4 ഉപയോഗങ്ങൾ പറഞ്ഞു. ഇനി വേരുമ്പത്തൊലി കൊണ്ട് ഒരു സംഗതി കൂടി, നമുക്ക് കായ കൊണ്ട് നസ്യം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇല ഇടിച്ചു പിഴിഞ്ഞാൽ നീര് കൊണ്ട് BP കുറയുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് വേരുമ്പത്തൊലി പറഞ്ഞു. ഇനി എന്താണെന്നറിയോ? ബോണസ് പോയിന്റിലേക്ക് വരാം. അതായത് നമ്മൾ ഇതിൻ്റെ പൂവില് വളരെയധികം സമ്പുഷ്ടമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ്. ഈ സെക്ഷൽ ഡിബിലിറ്റി കുറയുക, ആ ഇമ്പോർട്ടൻസി, അതുപോലെ ഇൻഫെർട്ടിലിറ്റി, സ്പേം കൗണ്ട് കുറവ്, ഇത്തരം കേസുകളിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ പൂവ് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങപ്പൂവ്, മനസ്സിലായോ? ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാർക്ക് മുലപ്പാലില്ലാന്ന് വയ്ക്കുക, അവര് ഇത് പാൽക്കഞ്ഞിയായിട്ട് കൊടുക്കും. പ്രസവരക്ഷാ സമയത്ത് കഞ്ഞിയിൽ ഈ മുരിങ്ങപ്പൂവ് തോരൻ വെച്ചിട്ട് അതും ചേർത്ത് പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നല്ല കുത്തരിയിൽ പാൽക്കഞ്ഞി വെക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടെ വേവിച്ച് ചേർക്കും. മനസ്സിലായോ? ഇച്ചിരി ചുവന്നുള്ളിയിൽ നെയ്യ് മൂപ്പിച്ച് അതും കൂടെ താളിച്ചങ്ങ് ചേർക്കും. എന്നിട്ട് പാൽക്കഞ്ഞിയായിട്ട് കൊടുക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ കഞ്ഞിയിൽ നെയ്യ് ഒഴിച്ച് താളിച്ച് അത് കൊടുക്കും. ചുവന്നുള്ളിയും കൂടി മൂപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മുരിങ്ങ പൂവ് കൊണ്ട് തോരൻ വെച്ചാൽ സ്പേം കൗണ്ട് കൂടുന്നതിന് സഹായിക്കും, മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതാണ് ഇന്നത്തെ ബോണസ് പോയിന്റ്. പിന്നെ ഇത് മാത്രമല്ല, ഇനിയുണ്ടൊരു ബോണസ് പോയിന്റ്. എന്താണെന്നറിയോ? വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. വെയിറ്റ് റിഡക്ഷന് മുരിങ്ങ ടീ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് മുരിങ്ങയില ഉണ്ടല്ലോ, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, ഫൈബർ റിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ഇങ്ങനെ ചുളിവുകളും ക്രാംസും ഒക്കെ അനുഭവപ്പെടും, അല്ലെങ്കിൽ മാർക്കുകൾ ഉണ്ടാവും, പെയിനൊക്കെ അനുഭവപ്പെടും, മസിൽസ് ഇങ്ങനെ വലിയുന്ന പോലെ തോന്നും, ഉണങ്ങുന്ന പോലെ തോന്നും. ഈ വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അവരിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ മുരിങ്ങയില ഇങ്ങോട്ട് വൃത്തിയെടുക്കുക, ഒരു പിടി മതി, ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചെറിയ തീയരിച്ച് കൂടുതൽ സമയം ഇട്ടിട്ട് വറ്റിക്കണം, അല്ലാണ്ട് ഭയങ്കരമായിട്ട് കത്തിച്ച് പെട്ടെന്ന് വറ്റിക്കരുത്. അങ്ങനെ ചെറുതീയരിച്ച് പതുക്കെ വറ്റിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, അത് അരിച്ചങ്ങോട്ട് എടുത്തിട്ട് അതിൽ വേറെ ഒന്നും ചേർക്കണ്ട. നിർബന്ധമാണെങ്കിൽ ഒരു തണുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ തേനും ചേർത്തോ, ഒരു തുണ്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞ് ചേർത്തോ. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റൊക്കെ വരും. ഇത് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. ഇങ്ങനെയാണ് മുരിങ്ങ ടീ തയ്യാറാക്കുക, മുരിങ്ങ ലീഫ് ടീ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ത്രില്ല്, ഒരു മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, മുരിങ്ങയില മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അതിൽ ഇച്ചിരി തണുത്തതിന് ശേഷം, തേൻ ചേർക്കുന്നതുകൊണ്ട് ചൂടോടെ ചേർക്കരുത്, ഞാൻ പലപ്പോഴും പറയാറില്ലേ. തണുത്തതിന് ശേഷം ഇച്ചിരി തേനും ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിച്ചാൽ വെയിറ്റ് കുറയുന്നതിനും സഹായിക്കും. വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ത്വക്കിലുണ്ടാകുന്ന ചൊളിവുകളോ മാർക്കുകളോ ഇല്ലാതിരിക്കും. അതുപോലെ മസിൽ ക്രാംസ് ഒക്കെ അനുഭവപ്പെടും വെയിറ്റ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ തടയുന്നതിന് ഇത് സഹായിക്കും. എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരുപാട് വൈറ്റമിൻസും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും പോഷകങ്ങളായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പറയുന്നത്. പിന്നെ വായുവിനെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും നമുക്ക് ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് ആ കിണറിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറിൻ്റെ സ്ഥാനത്തോ ഇത് അങ്ങോട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളം പോലും ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കുക. മഴക്കാലം അങ്ങോട്ട് മാറുന്ന സമയത്ത് നല്ല വെള്ളമുള്ളപ്പോൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചൊന്നുമില്ല. ആ മഴ അങ്ങോട്ട് മാറില്ല. ആ ഒരു ജൂലൈ ആഗസ്റ്റ് ആവുന്ന സമയത്ത് ഓരോ തണ്ടങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ ശസ്സലായിട്ട് പിടിച്ചോളും. മനസ്സിലായോ? ഇത് മതിലിനോട് ഒക്കെ അടുപ്പിച്ച് വെച്ചാൽ മതിൽ പൊളിക്കും ഇതിൻ്റെ വേര്. അതിനെ കുറച്ച് നീക്കി വയ്ക്കുക, ഉള്ളിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വീടുകളിലും മുരിങ്ങ നട്ടുപിടിപ്പിക്കുക. ഇനി ഇച്ചിരി വരുമാനമാണെന്നേ, ഓണക്കാലമായതും മുരിങ്ങ ഉണ്ടായി കഴിഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. ഇത് കൊടുത്തോ നല്ല കാശും കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് രസകരമായ മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും കാണാം 3 മണിക്ക്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.